സലീം അടക്കര ഒരു കമ്മിറ്റിയിലാണ്. ആ കമ്മിറ്റിയിൽ നിന്ന് എന്നെ വിളിച്ചു. പിന്നെ KT ഉസ്താദിൻ്റെ ഒരാണ്ട് നഗാത്തിൽ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെനിക്ക് ആലോചിച്ചിട്ട്, ഞാൻ സ്വന്തം നിലക്ക് പറയില്ല, ആലോചിച്ചിട്ടേ പറയുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ സ്വഭാവം. ഞാൻ ഈ നജാത്തിൻ്റെ കാര്യത്തിൽ ഒറ്റയ്ക്ക് എന്നൊരു കാര്യം പറയില്ല. അത് വേണ്ടപ്പെട്ടവരോട് അന്വേഷിച്ച് മാത്രമേ ഞാനത് പറയാറുള്ളൂ. ഇതിൽ നല്ല ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതിനും കുറേ വേദനയുള്ള കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ എന്നോട് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് ആലോചിക്കാതെ എൻ്റെ സ്വന്തം അഭിപ്രായം അനുസരിച്ച് ഞാൻ ഒപ്പിടില്ലാന്ന് പറഞ്ഞതിൽ എനിക്കൊരുപാട് ചെറി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊന്നും പ്രശ്നമല്ല, അത് നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടല്ലാതെ അത് പ്രശ്നമാണ്. ഈ അങ്ങനെയല്ല ഇത്. അപ്പോൾ അത് സംബന്ധിച്ച് പിന്നെ അവിടുന്ന് വിളിച്ച് അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവരപ്പം തന്നെ നിലമ്പൂർ മർക്കസ് പിന്നെ പുത്തനരിക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ യോഗത്തിൽ വെച്ച് തന്നെ നിലമ്പൂർ മർക്കസിൽ വെച്ച് അത് നടത്താൻ തീരുമാനിച്ചു. ആ യോഗത്തിൽ പങ്കെടുത്തവരോട്, കാരണം ഇങ്ങനെ ആക്ഷേപിച്ച് നടക്കുകയാണല്ലോ, ഇങ്ങനെയാണ് ആക്ഷേപം, ഞാൻ മുടക്കിയെന്നാ പറഞ്ഞു. സാറിൻ്റെ ആണ്ട് ഞാൻ മുടക്കിയെന്ന് പറഞ്ഞാൽ അത് വലിയ വിഷമമുണ്ടല്ലോ. ഞാനത് പങ്കെടുത്തവരുമായി ബന്ധപ്പെട്ട് പിന്നെ വിവരങ്ങൾ ശേഖരിച്ചു. ആ ശേഖരിച്ചപ്പോൾ പറഞ്ഞത് ആബുദിനെ തീരുമാനിക്കുന്നത്, അല്ലാതെ പിന്നെ ഇവിടെ കിട്ടായിട്ടല്ല. അതിൻ്റെ പുറമെ ഞാൻ ആലോചിക്കട്ടെ, അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ടാമതിനോട് ആലോചിച്ചിട്ടും അന്വേഷിച്ചിട്ടുമില്ല. അതെന്താണ് അതിൻ്റെ അർത്ഥം? നമ്മളൊരു കുറ്റവാളിയാക്കി മാറ്റാനല്ലേ? ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പേര് കുറ്റവാളിയാക്കാനുള്ളതല്ലേ?